ആ മരം പോലും നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ എങ്ങനെ ചെയ്തിരിക്കുന്നു നോക്കുക. 2 മരങ്ങളുണ്ട്, കണ്ടില്ല? അതിന് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇവിടെ എല്ലാം മേഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നമ്മുടെ എലവഞ്ചേരി പെരിങ്ങോട്ടുകാവിൻ്റെ അടുത്തുള്ള വള്ളുവക്കുണ്ട് പറഞ്ഞ സ്ഥലമാണ്. നോക്കി എത്ര മനോഹരമായിട്ട് ഓലയൊക്കെ മേഞ്ഞിട്ട് വൃത്തികേടൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ തളിച്ച് നല്ല വൃത്തിയായി വെച്ച ഒരു ചായക്കട. വന്നപ്പോൾ ആ മരത്തിൻ്റെ അവിടെ എപ്പോഴും സ്വാമിമാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ കാണാൻ സാധിച്ചു. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സ്വാമിമാരുടെയും അല്ലാതെയും ഇതിലൂടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു ഇടത്താവളമാണ് ഈ പറഞ്ഞ വള്ളുവക്കുണ്ട് എന്ന് പറഞ്ഞ ഈ അമ്പലവും പരിസരവും. നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൊള്ളാച്ചി ഗോവിന്ദാപുരം തൃശ്ശൂർ റൂട്ടിലാണ് കേട്ടോ. ഇവിടത്തെ വള്ളുവക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെ ഒരു നല്ലൊരു ആലുമരവും അതിൻ്റെ താഴെ ഒരു ചെറിയ അമ്പലവും കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ഇളനീര് കടയും ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് പ്രധാനമായി എന്താ പറയാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ, അതായത് ശബരിമലയ്ക്ക് മാലയിട്ട് പോകുന്നതും തിരിച്ചു വരുന്നതുമായ സ്വാമിമാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഇത്. അതായത് പൊള്ളാച്ചി ഗോവിന്ദാപുരം തൃശ്ശൂർ റൂട്ട്. അപ്പോൾ എനിക്ക് പ്രധാനമായും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നല്ലൊരു നാടൻ ചായക്കടയും ഫ്രൂട്ട് സ്റ്റാളും ഉണ്ട്. നമ്മുടെ സ്വാമിയേട്ടൻ്റെ ഇളനീര് കടയും ഉണ്ട്. ഇവരെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്ത് തീർക്കുന്നത്. അവർ പ്ലാസ്റ്റിക് വേസ്റ്റോ മറ്റുള്ള മാലിന്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സ്വാമിമാരുടെയും അല്ലാതെയും ഇതിലൂടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു ഇടത്താവളമാണ് ഈ പറഞ്ഞ വള്ളുവക്കുണ്ട് എന്ന് പറഞ്ഞ ഈ അമ്പലവും പരിസരവും. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിയ ഒരുപാട് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ വരുന്ന ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അവരവർ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ. അഥവാ നിങ്ങൾ വന്ന് ഇതുപോലെ ഇടത്താവളമായി നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഭക്ഷണം കഴിക്കുക, സ്നാക്സ് കഴിക്കുക, ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ ഒരു ചെറിയ ബാഗിലോ കവറിലാക്കിയിട്ട് കൊണ്ടുപോവുക. അത് ഇടാൻ സൗകര്യപ്രദമായ സ്ഥലത്ത് കൊണ്ട് നിങ്ങളിടുക. അല്ലാതെ ഇവിടെ ഇത്രയും നല്ലൊരു പ്രകൃതി മനോഹരമായ ഈ സ്ഥലം, ഇതിനൊന്നും നിങ്ങൾ നശിപ്പിക്കാതെ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ കാത്ത് സംരക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത തവണ ഈ റൂട്ടൊക്കെ വരുമ്പോൾ ഈ സ്ഥലം ഉണ്ടാവില്ല, വൃത്തികേടായിട്ട് നശിച്ച് കിടക്കും. ഈ ആലും ചുവടും ഇവിടെയുള്ള ഈ അമ്പലവും പരിസരവും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇവിടെ വന്നൊന്ന് നിന്ന് വിശ്രമിച്ച് പോകാനൊക്കെ തോന്നും. നല്ലത് തന്നെ. പ്രകൃതിയും ആ പ്രകൃതിയെ അറിയാനും ഇവിടുത്തെ ഓക്സിജൻ ശ്വസിക്കാനുമുള്ള ആഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? പക്ഷേ പ്രകൃതി സംരക്ഷണം എന്നത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്, അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു വേസ്റ്റ് ബിന്നൊക്കെ ഇടാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവാം. പക്ഷേ വേസ്റ്റ് ബിന്ന് വെച്ചാലും ഒരുപാട് വേസ്റ്റുകൾ അതിൽ കൊണ്ട് തള്ളി മറിച്ച് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് തൃശ്ശൂർ കൊല്ലങ്കോട് റൂട്ടാണല്ലോ, നിങ്ങൾക്കറിയാം. ഇപ്പോൾ കൊല്ലങ്കോട് ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി നോക്കിയേ. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ എലവഞ്ചേരി പെരിങ്ങോട്ടുകാവിൻ്റെ അടുത്തുള്ള വള്ളുവക്കുണ്ട് പറഞ്ഞ സ്ഥലമാണ്. എന്ത് ഭംഗിയെ നോക്കിയേ. ദയവ് ചെയ്ത് ഇതിലൂടെ യാത്ര പോകുന്നവരാണെങ്കിലും ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും പ്ലീസ് ഇവിടെ വന്ന് ഈ വേസ്റ്റുകളൊന്നും ഇടാതെ നശിപ്പിക്കാതെ നമ്മൾ ഉത്തരവാദിത്തോടു കൂടി ശ്രദ്ധയോടുകൂടി യാത്രകൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കുക, മാക്സിമം ഇവിടുത്തെ ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ മാത്രം ശ്രമിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്വാമിയേട്ടൻ്റെ ഇളനീരക്കടയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷായിട്ട് ഇളനീരൊക്കെ കുടിക്കാം. കൂടാതെ തന്നെ ഇതിനപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്. പിന്നെ എന്താ ഉള്ള ഒരു ഫ്രൂട്ട് ഷോപ്പും ഉണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മുടെ രതീഷ് ഏട്ടനും ലീല ചേച്ചിയാണ് കേട്ടോ. രതീഷ് ഏട്ടൻ്റെ ചായക്കടയാണ്. ഞാൻ ഈ പറഞ്ഞ വള്ളുവക്കുണ്ടതാ ഈ കോവിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചായക്കട. നോക്കി എത്ര മനോഹരമായിട്ട് ഓലയൊക്കെ മേഞ്ഞിട്ട് വൃത്തികേടൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ തളിച്ച് നല്ല വൃത്തിയായി വെച്ച ഒരു ചായക്കട. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫ്രൂട്ട്സ് കടയും ഉണ്ട്. രതീഷ് ഏട്ടാ, എന്താണ്, ഞാൻ വന്നപ്പോൾ ആ മരത്തിൻ്റെ അവിടെ എപ്പോഴും സ്വാമിമാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ കാണാൻ സാധിച്ചു. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക?
അവര് പറയുമ്പോ കേൾക്കുന്നുണ്ട്. ചില സമയത്ത് വന്നിട്ട് ഒരു പറയാം നമ്മളവിടെ ഇല്ല പറഞ്ഞാൽ അവരവിടെ വന്ന് വേസ്റ്റ് ഒക്കെ ഇട്ടിങ്ങനെ പോകും. ഞങ്ങളവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ പോയിട്ട് അങ്ങനെ വേസ്റ്റ് ഇടണ്ട പറഞ്ഞ് അവർ മനസ്സിലാക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വന്ന് ഇവിടെ ചാക്കി ചെന്നാക്കി അതെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നുണ്ട്. കണ്ടില്ലേ രതീഷേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ നാട്ടുകാരുടെയും കൂടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ നാട് നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരെ കൂടെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രതീഷേട്ടൻ്റെ ചായക്കടയിൽ ഇന്ന് രാവിലെ മുതലുള്ള സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു രതീഷേട്ടാ? കപ്പ, ബീഫ്, ആ ബോട്ടി. ആ ഇപ്പം ഇത്തിരി മറ്റേ കാലാവസ്ഥ ആ കുറവാണ് അല്ലേ? ഇവിടെ രതീഷേട്ടൻ്റെ SRS തട്ടുകടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പ, ബീഫ്, ബോട്ടി, ചിക്കൻ, കപ്പ, ഇഡ്ഡലി, ദോശ, അപ്പം, ചപ്പാത്തി, പൊറോട്ട, ചായ, കാപ്പി എല്ലാം കിട്ടും. അത് ഓരോ ദിവസത്തിൻ്റെ ഇതിനനുസരിച്ചിരിക്കും മൂപ്പര് കൊടുക്കുന്ന മെനു കേട്ടോ. കുഴപ്പമില്ല. അപ്പം ഞാനിന്നൊരു ചായ അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. തരുമോ ഒരു ചായ? ഒരു കിടിലൻ ചായ പതപ്പിച്ചടിച്ചോളി. അപ്പോൾ രതീഷേട്ടൻ്റെ കടയിൽ ചായയും കടിയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. താങ്ക് യു രതീഷേട്ടാ. നമ്മുടെ രതീഷേട്ടൻ്റെ കടയിൽ സമോസയുണ്ട്, പൊക്കവടയുണ്ട്, പരിപ്പ് വടയുണ്ട്. എനിക്കൊരു സമോസയും കുറച്ച് പൊക്കവടയും തന്നോളൂ ചേച്ചി. അങ്ങനെ വള്ളുവക്കുണ്ടിലെ രതീഷേട്ടൻ്റെ ചായക്കടയിൽ സമോസയും പൊക്കവടയും റെഡി. കൂടെ നല്ല മുളക് ചട്നിയുണ്ട്, ഇഡ്ലിപ്പൊടിയുണ്ട്, പിന്നെ തിളപ്പിച്ച നല്ല പതപ്പിച്ച ചൂടുള്ള ചായ. എൻ്റെ കൈ പൊളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. രതീഷേട്ടൻ്റെ കടയിലെ പൊക്കവടയും ഇഡ്ലിപ്പൊടിയും മുളക് ചമ്മന്തിയും എല്ലാം സൂപ്പറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. ഒരു 4 മണിക്കടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ റൂട്ട് വരുമ്പോൾ ട്രൈ ചെയ്യണേ. രതീഷേട്ടൻ്റെ കടൻ്റെ ഉള്ളിൽ നോക്കി എന്ത് ഭംഗിയെന്ന് നോക്കി. ഓലയൊക്കെ മേഞ്ഞ് ആ മരം പോലും നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ എങ്ങനെ ചെയ്തിരിക്കുന്നു നോക്കുക. 2 മരങ്ങളുണ്ട് കണ്ടില്ല? അതിന് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇവിടെ എല്ലാം മേഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് കാണുന്ന പോലെയല്ല. നിങ്ങൾ വിചാരിക്കും ചെറിയൊരു ഓല ഷെഡ് എന്ന്. ഇത് ചെയ്യാൻ നല്ല ചിലവില്ലേ ചേച്ചി? ഇതിപ്പോൾ മൊത്തം ചെയ്യാൻ ഏകദേശം എത്ര ചിലവായിട്ടുണ്ടാവും? 15,000 രൂപ ഇങ്ങനെ ഈ ഓലയും മേടിച്ച് ഈ കാലുകൾ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കെട്ടി വെക്കാൻ 15,000 ഉറുപ്പ്യ. ഇത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ട് നല്ല നാടൻ ഭക്ഷണങ്ങളും ചായയും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെന്ത് ചെയ്യണം? ഇതുപോലെ മെയിൻ റോഡിൽ കൂടെ വരുന്നവരെന്ത് ചെയ്യണം? ഇവിടെ വന്നാൽ കഴിക്കുക, നീറ്റായിട്ട് പോവുക, വേസ്റ്റ് ഒന്നും ഇടാതെ ശ്രദ്ധിക്കുക അല്ലേ ചേച്ചി? അതാണ്.